ഓക്കെ, വെൽക്കം ബാക്ക്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കൊളീഷൻ, രണ്ട് ടൈപ്പ് കൊളീഷൻ, ഇലാസ്റ്റിക് കൊളീഷൻ, ഇൻഇലാസ്റ്റിക് കൊളീഷൻ, അതിൻ്റെ ഡിഫറെൻറ്റ് കേസുകൾ, പിന്നെ ലോസ് ഇൻ എനർജി ഡ്യൂ ടു കൊളീഷൻ, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഈ കൊളീഷൻ്റെ തന്നെ വേറൊരു കേസാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബോള്, എം മാസുള്ളൊരു ബോള്, ഇതൊരു എച്ച് ഹൈറ്റിൽ നിന്ന്, ഫ്രം എ ഹൈറ്റ് എച്ച് ഹൈറ്റിൽ നിന്ന് ഈ ബോള് ഫോൾ ചെയ്യാന്ന് വിചാരിച്ചു. ഫോൾ ചെയ്യാണ്. അപ്പോൾ താഴോട്ട് വരുന്തോറും അതിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂടി വന്ന് ഇപ്പോൾ ലാസ്റ്റ് ഇത് ഇവിടെ വന്ന് കൊളൈഡ് ചെയ്യും അല്ലേ. ഓക്കെ, ഇത് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് ഞാൻ യു എന്നെടുത്തു, യു. അപ്പോൾ യു സ്പീഡിൽ വന്ന് കൊളൈഡ് ചെയ്തു. അപ്പോൾ താഴോട്ട് വരുന്തോറും അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് ഏറ്റവും താഴെ എത്തുമ്പോഴുള്ള അതിൻ്റെ വെലോസിറ്റിയാണ് യു. ഓക്കെ, എച്ച് ഹൈറ്റിൽ റസ്റ്റിൽ നിന്നല്ലേ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ റസ്റ്റിൽ നിന്ന് ഫോളോ ചെയ്യുമ്പം നമ്മൾ 1 ഡയമെൻഷനിൽ പഠിച്ചാണ്. റസ്റ്റിൽ നിന്ന് ഫോളോ ചെയ്യുമ്പോൾ ഏറ്റവും താഴെ എത്തുമ്പോഴുള്ള ഈ വെലോസിറ്റി കാണേണ്ട ഫോമിൽ നിന്ന് വെലോസിറ്റി ഈക്വൽ √2gh എന്നല്ലേ, √2gh. ഓക്കെ, അതൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ചെയ്താൽ മതി? ഇപ്പോൾ ഇങ്ങനെയല്ലേ, v² = u² + 2as അങ്ങനെയല്ലേ. അപ്പോൾ v എന്ന് പറയുമ്പോൾ ഇതാണ് ഫൈനൽ വെലോസിറ്റി. അപ്പോൾ അത് v² u². ഇനി u ഇനീഷ്യൽ വെലോസിറ്റി, ഇത് റസ്റ്റിലാണ്. അപ്പോൾ u എന്താണ് 0, പ്ലസ് താഴോട്ട് വരുമ്പോൾ ആക്സലറേഷൻ വരെ g, ഡിസ്പ്ലേസ്മെൻറ്റ് h. അപ്പോൾ u² = 2gh അല്ലെങ്കിൽ u = √2gh. അതായിരിക്കും ഏറ്റവും താഴെ എത്തുമ്പോഴുള്ള അല്ലേ, ഈ പോയിന്റിൽ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി അങ്ങനെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ അപ്പോൾ ഇവിടെ വന്ന് ഇത് ഇടിച്ചു, ബോൾ ഇവിടെ വന്ന് കൊളൈഡ് ചെയ്തു. അപ്പോൾ കൊളീഷൻ നടക്കുന്ന ആര് തമ്മിലാണ്? കൊളീഷൻ നടക്കുന്നത് ബോഡിയും ഗ്രൗണ്ടും തമ്മിലല്ലേ. ഈ ബോഡിയും ഗ്രൗണ്ടും തമ്മിലല്ലേ കൊളീഷൻ നടക്കുന്നത്. ഇപ്പോൾ രണ്ട് ബോഡി എന്ന് പറയുമ്പോൾ ഒന്ന് ഈ ബോഡി, പിന്നെ ഒന്ന് ഗ്രൗണ്ടാണ്. ഇത് കൊളൈഡ് ചെയ്താലും ഗ്രൗണ്ട് എന്തിലാണ്? റസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ബോഡി എന്ന് പറയുന്നത് ഈ ഗ്രൗണ്ട് എപ്പോഴും റസ്റ്റ് തന്നെയാണ്. ഇനി കൊളൈഡ് ചെയ്തിട്ട് ഈ ബോഡി തിരിച്ചു പോവാണ്. ഇവിടെ നടക്കുന്നത് ഇലാസ്റ്റിക് കൊളീഷനാണ് നടക്കുന്നതെങ്കിൽ ഈ ബോഡി, അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ എനർജി ലോസ് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ വന്ന് ഇടിച്ച അതേ എനർജി തന്നെ അത് തിരിച്ചു പോകും, എനർജി ലോസ് ഉണ്ടാവില്ല. അപ്പോൾ അതേ എനർജി തന്നെ തിരിച്ചു പോയാൽ അത് അതേ ഹൈറ്റ് തന്നെ പോകും, അതേ ഹൈറ്റ് വരെ തന്നെ പോകും ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ. പക്ഷേ സാധാരണ കൊളീഷൻ ഒന്നും എന്തല്ല, ഇലാസ്റ്റിക് അല്ല. അപ്പം ഇവിടെ ഇടിക്കുന്ന സമയത്ത് കുറച്ച് എനർജി ലോസ് ആവും, ഹീറ്റൊക്കെ ആയിട്ടെങ്കിൽ ലോസ് ആവും. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അത്ര എനർജി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ വന്ന ഹൈറ്റിൽ തന്നെ അത് തിരിച്ചു പോകില്ല. അപ്പോൾ റീബൗണ്ട് ചെയ്ത് അപ്പോൾ ഇവിടെ വന്ന് ഇടിച്ച് അത് തിരിച്ചു പോകണം. ആ തിരിച്ചു പോകുന്ന വെലോസിറ്റി ഞാൻ v1 എടുത്ത്, തിരിച്ചു പോകുന്ന വെലോസിറ്റിയാണ് v1. ഓക്കെ, അപ്പോൾ തിരിച്ചു പോകാൻ ഞാൻ പറഞ്ഞു ഈ ഹൈറ്റ് വരെ പോകില്ല അല്ലേ. അപ്പോൾ അത് തിരിച്ചു പോകുന്ന ഹൈറ്റാണ് ഇത്, ഇവിടം വരെ പോയി. അപ്പോൾ h1 ഹൈറ്റ് വരെ പോയി. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ ഹൈറ്റ് h ആണ്. ഇപ്പോൾ അത് റീബൗണ്ട് ചെയ്ത് പോയ ഹൈറ്റാണ്, അങ്ങനെ ഇവിടം വരെ പോയി. അടുത്തേൽ അത് റെസ്റ്റായി. അപ്പോൾ മുകളിലേക്ക് പോകുന്നതോറും സ്പീഡ് കുറഞ്ഞ് സ്പീഡ് 0 ആയി. ഇനി താഴോട്ട് വരുന്നതോറും സ്പീഡ് നേരെ റിവേഴ്സ് കൂടി വരും. അല്ലേ സംഭവിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ടേം പഠിച്ചില്ലേ. ഈ ഈക്വൽ ടു ഇങ്ങനെയാണ് പഠിച്ചത്, v2 - v1 / u1 - u2, കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ കൊളീഷൻ്റെ കേസിൽ. ഓക്കെ, ഈ 2 കാണുന്നത്, ഈ 2 ഉദ്ദേശിക്കുന്നത് രണ്ട് ബോഡി കൊളൈഡ് ചെയ്യുമ്പോൾ m1ഉം m2ഉം തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു. ഇതിൻ്റെ വെലോസിറ്റി u1, ഇതിൻ്റെ വെലോസിറ്റി u2, ഇങ്ങനെ പഠിച്ചത്. രണ്ടും തമ്മിൽ കൊളൈഡ് ചെയ്തു. കൊളീഷന് ശേഷം ഇതിൻ്റെ വെലോസിറ്റി v1 ആയി, ഇതിൻ്റെ സെക്കൻഡ് ബോഡീൻ്റെ വെലോസിറ്റി v2 ആയി. ഇങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ ഈ സെക്കൻഡ് ബോഡീൻ്റെ വെലോസിറ്റിയാണ് u2 അല്ലേ. സെക്കൻഡ് ബോഡീൻ്റെ വെലോസിറ്റി അല്ലേ u2. കൊളീഷന് മുമ്പുള്ള സെക്കൻഡ് ബോഡീൻ്റെ വെലോസിറ്റിയാണ് u2. കൊളീഷന് ശേഷം സെക്കൻഡ് ബോഡീൻ്റെ വെലോസിറ്റിയാണ് v2. അങ്ങനെയല്ലേ. ഇവിടെ സെക്കൻഡ് ബോഡി എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്. കാരണം ഇവിടെ കൊളീഷൻ നടക്കുന്നത് ഈ ഗ്രൗണ്ടുമായിട്ടാണ്. ഈ കൊളീഷന് മുമ്പ് ഗ്രൗണ്ട് എന്തിലാ? ഈ ഗ്രൗണ്ട് റസ്റ്റിലാണ്. കൊളീഷന് ശേഷവും ഗ്രൗണ്ട് എന്തിലാണ്? റസ്റ്റിലാണ്. അപ്പോൾ ഗ്രൗണ്ട് ഈസ് റസ്റ്റ്. അപ്പോൾ ഗ്രൗണ്ടാണ് ഇവിടുത്തെ സെക്കൻഡ് ബോഡി. അപ്പോൾ കൊളീഷന് മുമ്പ് സെക്കൻഡ് ബോഡി എന്ന് പറയുമ്പോൾ സെക്കൻഡ് ബോഡീൻ്റെ വെലോസിറ്റി 0, കാരണം ഗ്രൗണ്ട് റസ്റ്റിലാണ്. കൊളീഷന് ശേഷവും
ഈ സെക്കൻഡ് ബോഡി, അതായത് ഗ്രൗണ്ട് എന്തില്ല കൊളീഷന് ശേഷം അത് ഗ്രൗണ്ട് റെസ്റ്റിലല്ലേ, കാരണം ഗ്രൗണ്ടുമായിട്ടല്ലേ കൊളീഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ കൊളീഷന് ശേഷവും ഗ്രൗണ്ട് റെസ്റ്റിലാണ്. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ വെലോസിറ്റി 0 ആണ്. എന്നാൽ ഗ്രൗണ്ടിൻ്റെ വെലോസിറ്റി ബിഫോറും ആഫ്റ്ററും 0 ആണ്. അപ്പോൾ u2 0, അതുപോലെ v2 0. ഗ്രൗണ്ടിൻ്റെ ഒന്ന് ബിഫോർ ഒന്ന് ആഫ്റ്റർ, രണ്ട് 0 ആണ്, ഗ്രൗണ്ട് റെസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ u2 0, v2 0. അപ്പോൾ ഇതിൽ കൊടുത്താലോ E = v2 0 മൈനസ് v1 ബൈ u1 മൈനസ് u2 0. ഓക്കെ, അപ്പോൾ ഈ v1 u1 എന്ന് പറയുന്ന ആര് വെലോസിറ്റി? v1 എന്ന് പറയുന്നത് ഫസ്റ്റ് ബോഡീൻ്റെ വെലോസിറ്റി. ഫസ്റ്റ് ബോഡി എന്ന് പറഞ്ഞാൽ ഈ ബോഡി, വരുന്ന ബോഡി പിന്നെ കൊളീഷൻ നടക്കുന്ന ഗ്രൗണ്ട് റെസ്റ്റിലായതുകൊണ്ട് വെലോസിറ്റി 0 എടുത്ത്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി ഇവിടെ u, കൊളീഷന് മുമ്പ് u, കൊളീഷന് ശേഷം ആഫ്റ്റർ കൊളൈഡ് ചെയ്ത് തിരിച്ചു പോകുമ്പോഴാണ് v1. അപ്പം കൊളീഷന് മുമ്പ് u1 എന്നാണ് ഞാനെടുത്തത്. കൊളീഷന് മുമ്പുള്ള വെലോസിറ്റി എത്രയാണ്? u ആണ്. u1ൻ്റെ സ്ഥാനത്ത് u ഇങ്ങനെ വരിക. കൊളീഷന് മുമ്പ് u ആണ് ഞാൻ എടുത്തിരിക്കുന്ന u ആണ്. കൊളീഷന് ശേഷമുള്ളത് v1, ഈ ബോഡീൻ്റെ വെലോസിറ്റി. പിന്നെ ഇത് രണ്ട് 0 ആകാൻ കാരണം ഗ്രൗണ്ടിൻ്റെ ആണ്. ഗ്രൗണ്ടിൻ്റെ ബിഫോറും കൊളീഷന് മുമ്പും കൊളീഷന് ശേഷവും ഗ്രൗണ്ട് ഈസ് അറ്റ് റെസ്റ്റ്, അതുകൊണ്ട് 0. അപ്പോൾ ഇതെന്തായി? മാഗ്നിറ്റ്യൂഡ് ഓഫ് -v1/u ആയി അല്ലേ? ഇങ്ങനെ ഇട്ടതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ പറഞ്ഞു മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല. സോ E = v1/u അല്ലേ? സോ v1 = എന്ത് വരും? v1 = EU1. v1 = EU. v1 = EU. v1 എന്ന് പറഞ്ഞാൽ v1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആഫ്റ്റർ ഫസ്റ്റ് കൊളീഷൻ. ഈ കൊളീഷന് ശേഷമുള്ള വെലോസിറ്റിയാണ്, ആ തിരിച്ചു പോകുന്ന ആ വെലോസിറ്റിയാണ് എന്ത്? v1. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കൊളീഷന് ശേഷം, ഫസ്റ്റ് കൊളീഷൻ ഞാൻ പറയാൻ കാരണം ഇതിനിയും മുകളിൽ പോയിട്ട് താഴെ വരുമ്പം പിന്നെയും കൊളൈഡ് ചെയ്യും, ഇങ്ങനെ കൊളൈഡ് ചെയ്ത് ഇങ്ങനെ കളിക്കുമല്ലോ അല്ലേ? അപ്പോൾ ആഫ്റ്റർ ഫസ്റ്റ് കൊളീഷന് ശേഷമുള്ള വെലോസിറ്റിയാണ് v1. ആ v1ൻ്റെ ഫോമുല ഇത്. അപ്പോൾ v1 = EU. അപ്പോൾ v1 = E × u എന്ന് പറയുമ്പോൾ ഈ വെലോസിറ്റി അല്ലേ, h ഹൈറ്റ് എന്നല്ലേ വന്നത്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞു h ഹൈറ്റ് എന്ന് വന്നാൽ ഏറ്റവും താഴെ എത്തുമ്പോഴുള്ള ഈ വെലോസിറ്റീൻ്റെ ഫോമുല വെലോസിറ്റിൻ്റെ ഫോമുല √2gh. അപ്പോൾ യുവിൻ്റെ ഫോമുല h ഹൈറ്റ്, അപ്പോൾ √2gh. അപ്പോൾ ഈ ഗ്രൗണ്ടുമായിട്ടുള്ള കൊളീഷനിൽ നിങ്ങൾ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ കാണാൻ ഗ്രൗണ്ട് എന്തിലായതുകൊണ്ട്, ഗ്രൗണ്ടുമായിട്ടല്ലേ കൊളീഷൻ നടക്കുന്നത്? ഗ്രൗണ്ടുമായിട്ട് കൊളീഷൻ നടക്കുമ്പോൾ ഗ്രൗണ്ട് എന്തിലായതുകൊണ്ട്, ഗ്രൗണ്ട് റെസ്റ്റിലായതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ കാണാൻ വെലോസിറ്റി ആഫ്റ്റർ ബൈ വെലോസിറ്റി ബിഫോർ, ഇതാ v1/u എന്ന് പറഞ്ഞാൽ കൊളീഷന് ശേഷമുള്ളത് v1, കൊളീഷന് മുമ്പുള്ളത് u. അപ്പോൾ v1/u. ആഫ്റ്ററും ബൈ ബിഫോർ, ആഫ്റ്റർ വെലോസിറ്റി എടുക്കുക, ബിഫോർ വെലോസിറ്റി എടുക്കുക, കാരണം ഗ്രൗണ്ട് റെസ്റ്റില്ല, അപ്പോൾ ഗ്രൗണ്ടിനെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഇങ്ങനെ ഓർമ്മിച്ചാൽ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ബൈ വെലോസിറ്റി ബിഫോർ കൊളീഷൻ, അതായിരിക്കും ഈ ഗ്രൗണ്ടുമായിട്ടുള്ള കൊളീഷൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് വെലോസിറ്റി, ആ തിരിച്ചു പോകുന്ന വെലോസിറ്റി. അപ്പോൾ ഫസ്റ്റ് കൊളീഷന് ശേഷം അത് റീബൗണ്ട് ചെയ്യുന്ന ആ വെലോസിറ്റിയാണ് ഇത്. ഓക്കെ, ഇനി അത് ഏറ്റവും ടോപ്പിലെത്തി പിന്നെ തിരിച്ചു വരികയാണേ. ഓക്കെ, തിരിച്ചു വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി എന്തായിരിക്കും? ആലോചിച്ച് നോക്കൂ. v1 വെലോസിറ്റിയിലല്ലേ പോയെ? v1 വെലോസിറ്റി പോയി വെലോസിറ്റി കുറഞ്ഞ് 0 ആയി. താഴെ വരുമ്പോൾ അത് കൂടി വരും. ഇതേ സ്ഥലത്തെത്തുമ്പോൾ v1 ആയിരിക്കും. v1 തന്നെ ഇത് കുറഞ്ഞ് 0 ആയി. അപ്പോൾ ഇനി നേരെ റിവേഴ്സ് ഇൻക്രീസ് ചെയ്ത് കൂടി ഇവിടെ എത്തുമ്പോൾ ഈ സ്ഥലത്തെത്തുമ്പോൾ v1 ആവും. ഇനി തിരിച്ചു പോകുമ്പോഴാണ് ഇവിടെ വെച്ച് കൊളീഷൻ നടന്നു. ഈ തിരിച്ചു പോകുമ്പോഴാണ് വെലോസിറ്റി കുറയുക, കാരണം ഇവിടെ വെച്ച് കൊളീഷൻ നടക്കുമ്പോൾ എനർജി ലോസ് ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് വെലോസിറ്റി എന്തായി? v2 ആയി. ഓക്കെ, അപ്പോൾ വെലോസിറ്റി v2 ആയി. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ത് വരും? കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ കാണാമെന്ന് ഞാൻ പറഞ്ഞത്, കൊളീഷൻ നടക്കുന്ന പോയിൻ്റ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് കൊളീഷൻ നടന്നത് ഇവിടെയാണ് കൊളീഷൻ നടന്നത്. അപ്പോൾ എന്നാ വെലോസിറ്റി ആഫ്റ്റർ ബൈ വെലോസിറ്റി ബിഫോർ, അപ്പോൾ v1/u. പിന്നെ കൊളീഷൻ നടക്കുന്ന ഇവിടെയാണ്. അപ്പോൾ എങ്ങനെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞ്, വെലോസിറ്റി ആഫ്റ്റർ ബൈ വെലോസിറ്റി ബിഫോർ, അപ്പോൾ v2/v1. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ v2/v1 വരും. ഓക്കെ, സോ v2 = ev1 എന്ന് വരും. v2 = ev1.
സോ V2 ഈക്വൽ ടു E ഇൻറ്റു V1. V1 ഇതാ, V1 എന്ന് പറയുമ്പോൾ E ഇൻറ്റു റൂട്ട് ഓഫ് 2GH. സോ V2 ഈക്വൽ ടു E സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH. E സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH അങ്ങനെ വരും. ഓക്കെ, ഈ V1 സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ E സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH. അപ്പോൾ V1 ഈക്വൽ ടു E ഇൻറ്റു റൂട്ട് ഓഫ് 2GH. V2 ഈക്വൽ ടു E സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH. ഓക്കെ, അങ്ങനെ ഇത് മുകളിലേക്ക് പോയി. അപ്പോൾ സെക്കൻഡ് കൊളീഷൻ നടന്നു അല്ലേ. അപ്പോൾ സെക്കൻഡ് കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി അല്ല V2. അത് അപ്പോൾ ഇത് ഫസ്റ്റ് കൊളീഷന് ശേഷം, ഫസ്റ്റ് കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി E ഇൻറ്റു റൂട്ട് ഓഫ് 2GH. ഈ സെക്കൻഡ് കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി V2, അത് E സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് പിന്നെ മുകളിലേക്ക് പോയി. അപ്പോൾ ആ ഹൈറ്റ് വരെ പോകില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ എത്തി, അത് തിരിച്ചു വരികയാണ്. തിരിച്ച് വന്ന് ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി എന്തായിരിക്കും V2. മുകളിലേക്ക് പോകുമ്പോൾ ഡിക്രീസ് ചെയ്ത് വന്നാൽ അത് നേരെ റിവേഴ്സ് താഴോട്ട് വരുമ്പോൾ ഇൻക്രീസ് ചെയ്ത് വരും, ആ V2 ആവും. എന്നിട്ട് ഇനി കൊളൈഡ് ചെയ്തു, തിരിച്ചു പോകുമ്പോഴാണ് വെലോസിറ്റി കുറയുക, അപ്പോൾ V3. അങ്ങനെ. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ത് വരും എന്നാൽ എങ്ങനെയാണ്ട് ഈ സമം വെലോസിറ്റി ആഫ്റ്റർ ബൈ വെലോസിറ്റി ബിഫോർ. അപ്പോൾ ഇവിടെ V1 ബൈ U, ഇവിടെ V2 ബൈ V1, അപ്പോൾ ഇവിടെ V3 ബൈ V2. അങ്ങനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ വരിക. അങ്ങനെ നിങ്ങൾ V3 കണ്ടാൽ, ഇതേപോലെ ചെയ്തിട്ട് V3 കണ്ടാൽ നിങ്ങൾക്ക് E ക്യൂബ് ഇൻറ്റു റൂട്ട് ഓഫ് 2GH വരും. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി E ഇൻറ്റു റൂട്ട് ഓഫ് 2GH. സെക്കൻഡ് കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി V2. സെക്കൻഡ് കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി E സ്ക്വയർ, ഇത് E ഇൻറ്റു റൂട്ട് ഓഫ് 2GH, ഇത് E സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH. അതുപോലെ തേർഡ് കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി ഇങ്ങനെ ആയിരിക്കും, E ക്യൂബ് ഇൻറ്റു റൂട്ട് ഓഫ് 2GH. അങ്ങനെയാണ് nth കൊളീഷന് ശേഷം, ഫസ്റ്റ് കൊളീഷന് ശേഷം E ഇൻറ്റു, സെക്കൻഡ് കൊളീഷന് ശേഷം E സ്ക്വയർ ഇൻറ്റു, തേർഡ് കൊളീഷന് ശേഷം E ക്യൂബ് ഇൻറ്റു, അപ്പോൾ nth കൊളീഷന് ശേഷം E റൈസ് ടു n ഇൻറ്റു. അപ്പോൾ വെലോസിറ്റി എന്താവും? അപ്പോൾ Vn എഴുതാം. Vn എന്ന് പറയുന്ന അപ്പോൾ ഇത് വെലോസിറ്റി ആഫ്റ്റർ ഫസ്റ്റ് കൊളീഷൻ, വെലോസിറ്റി ആഫ്റ്റർ സെക്കൻഡ് കൊളീഷൻ. അപ്പോൾ ഇതെന്താണ്? വെലോസിറ്റി ആഫ്റ്റർ nth കൊളീഷൻ. വെലോസിറ്റി ആഫ്റ്റർ nth കൊളീഷൻ എന്തായിരിക്കും? E റൈസ് ടു n എടുക്കുക. E റൈസ് ടു n ഇൻറ്റു റൂട്ട് ഓഫ് 2GH ആയിരിക്കും. E റൈസ് ടു n ഇൻറ്റു റൂട്ട് ഓഫ് 2GH. ഓക്കെ, E റൈസ് ടു n ഇൻറ്റു റൂട്ട് ഓഫ് 2GH ആയിരിക്കും. ഓക്കെ, റെഡി? നെക്സ്റ്റ്, അപ്പോൾ ഇത് ഓർമ്മിച്ചോളൂ. അങ്ങനെ ഇത് കൊളൈഡ് ചെയ്ത് ഇങ്ങനെ കുറേ കൊളീഷൻ നടന്ന്, അപ്പോൾ നിങ്ങൾ ഇതാണ് nth കൊളീഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് തേർഡ് കൊളീഷൻ കഴിഞ്ഞാൽ ഇത് ഫോർത്ത് കൊളീഷൻ ആയിരിക്കും. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ പോയി ഇതാണ് nth കൊളീഷൻ എന്ന് വിചാരിക്കും, nth കൊളീഷൻ. അപ്പോൾ nth കൊളീഷന് ശേഷം അത് തിരിച്ചു പോകുന്ന വെലോസിറ്റി അല്ലേ നമ്മൾ കണ്ടേ അല്ലേ? nth കൊളീഷന് ശേഷം ആ വെലോസിറ്റി ആഫ്റ്റർ nth കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി അതാണ് Vn അല്ലേ? nth കൊളീഷനാണ് ഇവിടെ നടക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ nth കൊളീഷന് ശേഷം അത് ഉള്ള വെലോസിറ്റിയാണ് Vn. nth കൊളീഷന് ശേഷമുള്ള ആ വെലോസിറ്റിയാണ് Vn അല്ലേ? അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് അറ്റൈൻഡ് ആഫ്റ്റർ nth കൊളീഷൻ. ഹൈറ്റ് അറ്റൈൻഡ് ആഫ്റ്റർ nth കൊളീഷൻ. അപ്പോൾ Vn-ൻ്റെ ഫോമുല എടുക്കും. Vn നമ്മൾ തൊട്ട് മുന്നേ കിട്ടിയ ഫോമുല എങ്ങനെയാണ്? Vn ഈക്വൽ ടു E റൈസ് ടു n ഇൻറ്റു റൂട്ട് ഓഫ് 2GH. ഓക്കെ, അപ്പോൾ nth കൊളീഷന് ശേഷം അപ്പോൾ ഇതിങ്ങനെ പോകുന്ന റീബൗണ്ട് ഹൈറ്റ് ആദ്യം ടോട്ടൽ ഹൈറ്റ് h, പിന്നെ അത് h1 ആയി, പിന്നെ h2 ആയി, ഇത് h2, അങ്ങനെ h3, അങ്ങനെ h4, ലാസ്റ്റ് ഇത് റീബൗണ്ട് ചെയ്ത് പോകുന്ന ഹൈറ്റ്, ഈ ഹൈറ്റ് ഞാൻ hn എടുത്തു. ഹൈറ്റ് hn. അപ്പോൾ ഈ ഹൈറ്റാണ് കാണേണ്ടത്, എത്ര ഹൈറ്റ് വരെ പോകും, അതായത് ഏതിന് ശേഷം? ഈ nth കൊളീഷന് ശേഷം. ഇപ്പോൾ 6th കൊളീഷൻ ആണെങ്കിൽ n എത്രയാണ്? 6th കൊളീഷൻ എന്ന് പറയുമ്പോൾ n6. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കാം. അപ്പോൾ nth കൊളീഷന് ശേഷം ഇത് പോകുന്ന ഹൈറ്റ് അല്ലേ?
നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി പഠിക്കുന്നതിനെ പഠിച്ചിട്ടുണ്ട്. ഇത് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഗ്രാവിറ്റേഷൻ മുകളിലേക്ക് അല്ലേ ഹിറ്റ് ചെയ്തിട്ട് പിന്നെ മുകളിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പഠിച്ചെന്നാൽ ഇവിടെയുള്ള കൈനറ്റിക് എനർജി ഇന്ന് മുകളിലേക്ക് പോകുമ്പോൾ അതിന് കൈനറ്റിക് എനർജി ഏറ്റവും താഴെ എന്തുണ്ടാവില്ല, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ല. അപ്പോൾ മുകളിലേക്ക് പോകുന്നവരാണ് എന്ത് വരിക, പൊട്ടൻഷ്യൽ എനർജി വരിക അല്ലേ. അപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്. ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ കൈനറ്റിക് എനർജി എന്താവും, അത് റെസ്റ്റ് ആവുമല്ലോ. ടോപ്പിലെത്തുമ്പോൾ റെസ്റ്റ് ആവും, ഇതെല്ലാം തിരിച്ചു വരിക. അപ്പോൾ കൈനറ്റിക് എനർജി 0 ആയി. അപ്പോൾ ഇവിടെയുള്ള കൈനറ്റിക് എനർജി കംപ്ലീറ്റ് ഇവിടെയുള്ള എന്തായി മാറും, ടോപ്പിലെത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയായി മാറും. അപ്പോൾ ഇവിടെയുള്ള കൈനറ്റിക് എനർജി ആയിരിക്കും ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ താഴെയുള്ള കൈനറ്റിക് എനർജി അപ്പോൾ ½ m ഇൻറ്റു ഇവിടെയുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ വെലോസിറ്റി എത്ര, vn ½ m vn² ഈക്വൽ ടു ഈ ഇവിടെയുള്ള കൈനറ്റിക് എനർജി ആയിരിക്കും ഇവിടെ എത്തുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്തെടുക്കുക, mg, എച്ചിന് പകരം hn എന്നെടുക്കുക. hn ഈ ഹൈറ്റ്. ഓക്കെ, അങ്ങനെയാണ് m ക്യാൻസൽ. ഓക്കെ, അപ്പോൾ vn² അപ്പോൾ ½ vn² അല്ലേ. vn ഇതാ e⁻n ഇൻറ്റു √2gh ഇതിൻ്റെ സ്ക്വയർ vn² ഡിവൈഡ് ബൈ 2 അല്ലേ. 2 ഈക്വൽ ടു GHN. സോ ഇതിൻ്റെ സ്ക്വയർ ചെയ്താൽ എന്താവും, ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ e⁻2n ആവും അല്ലേ. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ 2n. പിന്നെ ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും. ഇൻറ്റു 2gh ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു GHN. ഓക്കെ, സോ G ക്യാൻസൽ, 2 ക്യാൻസൽ. സോ HN ഈക്വൽ ടു e⁻2n(h). HN ഈക്വൽ ടു e⁻2n(h). ഓക്കെ, h എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ ഹൈറ്റാണ്, ആദ്യത്തെ ഹൈറ്റ് h. HN എന്ന് പറയുന്നത് nth കൊളീഷന് ശേഷം അത് പോകുന്ന ഹൈറ്റാണ് HN. ആ HN കണ്ട ഫോമുല അത്. ഇപ്പോൾ തേർഡ് കൊളീഷന് ശേഷം അപ്പോൾ H3 തേർഡ് ഇത് H2 H1 H2 H3 തേർഡ് കൊളീഷന് ശേഷമാണെങ്കിൽ അപ്പോൾ H3 അപ്പോൾ N3 കൊടുത്തായി N3 കൊടുക്കുക. അപ്പോൾ e⁻n3 കൊടുത്താൽ 6 വരും ഇൻറ്റു h. അതായിരിക്കും ഹൈറ്റ്. തേർഡ് കൊളീഷന് ശേഷം അത് പോകുന്ന ഹൈറ്റ് ഇതായിരിക്കും. അങ്ങനെ ആ ഹൈറ്റ് കാണേണ്ട ഫോമുലയാണിത്. ഓക്കെ, ഇനി ഇതിൽ അടുത്ത കാണാൻ പോകുന്ന ഈ ബോള് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസിനെ ഞാൻ L എന്നെടുത്തു. ടോട്ടൽ ഡിസ്റ്റൻസ് ഓക്കെ, കാണാൻ പോകുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് L ഈക്വൽ ടു എത്ര വരും, ഈ ഹൈറ്റ് h അല്ലേ, h. പിന്നെ അത് റീബൗണ്ട് ചെയ്യുന്ന ഹൈറ്റ് h1. അപ്പോൾ തിരിച്ച് പിന്നെയും വരുമല്ലോ h1. അപ്പോൾ h1 എത്ര വരും, 2 ടൈംസ് വരും. അതുപോലെ h2 പോയി, പിന്നെ h2 തിരിച്ചു വന്നു. അപ്പോൾ ഇത് ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് പറ. ഫസ്റ്റ് ഒരു h ഉണ്ടാവും, ഈ വരുന്ന ഹൈറ്റ് h, ടോട്ടൽ ഹൈറ്റ് h പ്ലസ് പിന്നെ 2h1 വരും. h1 മേലോട്ട് h1 താഴോട്ട് 2h1 പിന്നെ h2 2h2. അപ്പോൾ അങ്ങനെ വരും h അല്ലേ, h പ്ലസ് എന്തൊക്കെയാണ് വരുന്നത്, ഒരു 2h1 2h2 2h3 അങ്ങനെ പോകില്ലേ. അപ്പോൾ എല്ലാത്തുനിന്ന് 2 കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പോൾ 2 ഇൻറ്റു h1 പ്ലസ് h2 പ്ലസ് എറ്റ്സെട്ര അങ്ങനെ പോകും. ഓക്കെ, നമ്മുടെ HNൻ്റെ ഫോമുല എന്തായിരുന്നു, HN ഒരു H3 കൂടി വേണമായിരിക്കും പ്ലസ് എറ്റ്സെട്ര. HN ഈക്വൽ ടു e⁻2n(h). ഓക്കെ, സോ L ഈക്വൽ ടു h പ്ലസ് 2 ഇൻറ്റു h1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് h1 അല്ല ഈ ഹൈറ്റ്. അപ്പോൾ h1 കാണാൻ n1 കൊടുക്കുമ്പോൾ e²h വരും. ഇത് e² h വരും. അപ്പോൾ h2 എന്ന് പറയുമ്പോൾ n2 കൊടുക്കുക. അപ്പോൾ 2 കൊടുക്കുമ്പോൾ ഇവിടെ 2, അപ്പോൾ 2 × 2 4 വരും. അപ്പോൾ e⁻4h വരും. h3 എന്ന് പറയുമ്പോൾ n3 ആകുമ്പോൾ ഇവിടെ 3 വരുമ്പോൾ 6 വരും. e⁻6h വരും പ്ലസ് എറ്റ്സെട്ര അങ്ങനെയാവും. ഓക്കെ, സോ L ഈക്വൽ ടു h പ്ലസ് ഇതിൽ നിന്നൊക്കെ 2e²h ടേക്ക് ഔട്ട് സൈഡ്, 2e²h പുറത്തെടുക്കുക. 2e²h അപ്പോൾ e²h ആണ് e²h പുറത്തെടുക്കുക. 2 ഇവിടെ ഉള്ളതല്ലേ, e²h പുറത്തെടുത്താൽ ഇവിടെ 1 വരും. h പുറത്തെടുത്തു, ഇതിൽ നിന്ന് e² പുറത്തെടുത്തു അല്ലേ.
ഇ സ്ക്വയർ പുറത്തെടുത്താൽ ബാക്കി ഇവിടെ ഇ സ്ക്വയർ ബാക്കി ഉണ്ടാവും. പ്ലസ് ഇതിൽ നിന്ന് ഇ സ്ക്വയർ ആണ് പുറത്തെടുത്തത്. ഇ സ്ക്വയർ പുറത്തെടുത്താൽ പിന്നെ e⁴ ഉണ്ടാവും. ഓക്കെ, പ്ലസ് എറ്റ്സെട്ര വരും. ഓക്കെ, സോ L ഈക്വൽ ടു എച്ച് പ്ലസ് 2e² h ഇൻറ്റു ഇത് 1 പ്ലസ് e² പ്ലസ് e² ഓൾ റൈസ് ടു സ്ക്വയർ അങ്ങനെ വരും പ്ലസ് എറ്റ്സെട്ര. നിങ്ങളിങ്ങനെ റിസൾട്ട് കേട്ടിട്ടുണ്ടോ? അതായത് 1 പ്ലസ് എക്സ് പ്ലസ് x² പ്ലസ് എറ്റ്സെട്ര. ഓക്കെ, ഇതിൻ്റെ ആൻസർ 1/1 - x എന്നാണ്. 1/1 - x ആ സീരീസിൻ്റെ ആൻസർ അത്. ഓക്കെ, സോ ദിസ് സീരീസ് അപ്പോൾ എക്സ് 1 പ്ലസ് എക്സ് അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്താണ് ഇവിടെ e². ഇത് അടുത്ത x² എന്ന് പറയുമ്പോൾ ഇത് എക്സ്, ഇതാണ് എക്സ് e² ആണ് എക്സിൻ്റെ സ്ക്വയർ. അപ്പോൾ എക്സ് എന്ന് പറയുന്ന സാധനം നമ്മളെ കേസിൽ എക്സ് എന്ന് പറയുന്നത് e² ആണ്. e² ആണ് എക്സ്. ഓക്കെ, സോ L ഫ്രം ദീസ് ടു ടേംസ് ടേക്ക് എച്ച് ഔട്ട് സൈഡ്. എച്ച് പുറത്തെടുത്ത 1 പ്ലസ് 2e² ഇൻറ്റു ഈ സീരീസാണ് നമ്മൾ അവിടെ എഴുതിയല്ലേ. അതിൻ്റെ ആൻസർ എന്താണ്? 1/1 - x. അപ്പോൾ 1/1 - x 1/1 - x. ഞാൻ പറഞ്ഞു നമ്മുടെ കേസിൽ എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? e² ആണ്. അപ്പോൾ e² ഇങ്ങനെയായി. ഓക്കെ, സോ L ഈക്വൽ ടു എച്ച് ഇൻറ്റു ടേക്ക് -e² LCM ആയിട്ട് എടുക്കുക. അപ്പോൾ 1 - e² ഇൻറ്റു 1 അപ്പോൾ 1 - e² പ്ലസ് 2e² ഓൾ ഡിവൈഡ് ബൈ 1 - e². സോ L ഈക്വൽ ടു എച്ച് ഇൻറ്റു ഇതെന്തായി മാറും? 1 - e² പ്ലസ് 2e² എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 2e² - e². അപ്പോൾ e² അല്ലേ. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് e² ആവും. -e² പ്ലസ് 2e² അല്ലേ. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ e² ആവും. ഡിവൈഡ് ബൈ 1 - e². ഇതാണ് L എന്ന് വെച്ചാൽ എന്താണ്? ഇത് ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ്. ഈ ബോൾ ഇങ്ങനെ റീബൗണ്ട് ചെയ്ത് ഇങ്ങനെ പോവല്ലോ. അത് ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് കാണേണ്ട ഫോമുല ഇത്. ഈസ് കോൾഡ് നമുക്കറിയാം ഈൻ്റെ പേര് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ടോട്ടൽ ടൈമാണ്. ഈ മൂവ്മെൻറ്റിന് വേണ്ടി എടുക്കുന്ന ടോട്ടൽ ടൈമാണ്. ഒരു ബോൾ ഇപ്പോൾ എച്ച് ഹൈറ്റിൽ നിന്ന് അത് താഴോട്ടേക്ക് വീണ് കഴിഞ്ഞാൽ റെസ്റ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് താഴെ എത്താൻ എടുക്കുന്ന ടൈം അതും 1 ഡയമെൻഷനിൽ പഠിച്ചാൽ ടൈം ഇൻഡിക്കേഷൻ √2h/g എന്നല്ലേ. എച്ച് ഹൈറ്റിൽ നിന്ന് അത് ഗ്രൗണ്ടിൽ എത്താൻ എടുക്കുന്ന ടൈം √2h/g എന്നാണ്. ഇത് ഓക്കെ, √2h/g ആണ് ടൈം കാണേണ്ട ഫോമുല. അപ്പോൾ √2h/g ഓർമ്മിച്ചോ. അപ്പോൾ ഇത് താഴെ എത്താനുള്ള ടൈം √2h/g. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ ടൈം എന്ന് പറയുമ്പോൾ ആദ്യം മുകളിലേക്ക് പോയിട്ട് താഴോട്ട് വരുന്ന. അപ്പോൾ രണ്ട് കേസിൽ h1 അല്ലേ. അപ്പോൾ ഇവിടെ ഇത് ഡൗൺവേർഡ് മോഷൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റത്തെ കേസിൽ. അപ്പോൾ √2h/g താഴെ എത്താൻ എടുക്കുന്ന ടൈം. അപ്പോൾ ഇത് മുകളിലേക്ക് പോകാൻ √2h/g അല്ലേ. അപ്പോൾ √2h1/g. എന്നിട്ട് മുകളിലേക്ക് പോയിട്ട് പിന്നെയും താഴോട്ട് വരുന്നില്ലേ, മുകളിലേക്ക് പോയിട്ട് താഴോട്ട് വരുന്നു. അപ്പോൾ ടൈം എത്ര തന്നെ? √2h1/g. അപ്പോൾ മുകളിലേക്ക് √2h1/g, താഴോട്ടും √2h1/g. അപ്പോൾ അത് 2 പ്രാവശ്യം വരും. √2h1/g എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം. ഇത് ഫസ്റ്റത്തെ √2h/g താഴോട്ടേക്കുള്ള ടൈം ഒറ്റ പ്രാവശ്യം. പിന്നെ ഇത് മുകളിലേക്കും താഴോട്ടും ഉണ്ട്. അപ്പോൾ √2h1/g അത് 2 പ്രാവശ്യം ഉണ്ടാവും. കാരണം മുകളിലേക്കുള്ള ടൈം ഉണ്ടാവും, താഴോട്ടേക്കുള്ള ടൈം ഉണ്ടാവും. ഇവിടെ √2h2/g അത് മുകളിലേക്ക് √2h2/g, താഴോട്ട് √2h2/g അതും 2 പ്രാവശ്യം ഉണ്ടാവും. അപ്പോൾ ടൈം എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം? ടോട്ടൽ ടൈം ഈക്വൽ ടു √2h/g ഫസ്റ്റത്തെ √2h/g ഈ ടൈം താഴെ എത്താൻ എടുക്കുന്ന ടൈം. പിന്നെ √2h1/g അത് 2 പ്രാവശ്യം ഉണ്ട്. അടുത്തതെല്ലാം 2 പ്രാവശ്യം ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാത്തിനും 2 കോമൺ ആയിട്ട് എടുക്കുക, 2 കോമൺ ആയിട്ട് എടുക്കുക. എന്നിട്ട് ഒന്ന് 2h1/g
പ്ലസ് പിന്നെ റൂട്ട് ഓഫ് 2h2/g. അത് 2 പ്രാവശ്യം ഉണ്ടാവും. അത് 2 എല്ലാത്തിനും കോമൺ ആയിട്ട് പുറത്തെടുത്തത്. പ്ലസ് റൂട്ട് ഓഫ് 2h3/g പ്ലസ് എറ്റ്സെട്ര ഇങ്ങനെ വരും. ഓക്കെ. സോ ടൈം ഈക്വൽ ടു റൂട്ട് ഓഫ് 2h/g പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് ഇവിടെ h1 h2 നമ്മളെ hn ഫോമിൽ എന്തിനാ hn ഈക്വൽ ടു e⁻²n(h). ഓക്കെ. ഇത് നമ്മൾ കഴിഞ്ഞ കേസിൽ കണ്ടുപിടിച്ചു. അപ്പോൾ h1 എടുക്കുമ്പോൾ n1 ആകുമ്പോൾ e²h അല്ലേ. അപ്പോൾ റൂട്ട് ഓഫ് 2 ഇൻറ്റു h1 എടുക്കുക. 1 എടുക്കുമ്പോൾ n1 എടുക്കുമ്പോൾ e²h e²h/g പ്ലസ് റൂട്ട് ഓഫ് 2h2 എന്ന് പറയുമ്പോൾ n2 അപ്പോൾ ഇവിടെ 2 വരുമ്പോൾ 2 × 2 4 അപ്പോൾ e⁻4h/g പ്ലസ് റൂട്ട് ഓഫ് 2h3 വരുമ്പോൾ n3 അപ്പോൾ ഇവിടെ 6 വരും e⁻6h/g പ്ലസ് എറ്റ്സെട്ര. ഇതായിരിക്കും ഈ മൂവ്മെൻറ്റിന് വേണ്ടി എടുക്കുന്ന ടോട്ടൽ ടൈം. ഈ രൂപത്തിൽ വരും. ഇതിൽ t ഈക്വൽ ടു റൂട്ട് ഓഫ് 2h/g പ്ലസ് 2 ഇൻറ്റു ഓക്കെ. ഇതിൽ നിന്നൊക്കെ ഈ എല്ലാ ടേമിൽ നിന്നും ഇതിൽ റൂട്ട് ഓഫ് 2h/g ഉണ്ട്, ഇതിൽ റൂട്ട് ഓഫ് 2h/g ഉണ്ട്, അതിലെല്ലാം റൂട്ട് ഓഫ് 2h/g ഉണ്ട്. അപ്പോൾ ഈ എല്ലാ ടേമിൽ നിന്നും റൂട്ട് ഓഫ് 2h/g പുറത്തെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു 2 ഉണ്ട്. 2 ഇൻറ്റു റൂട്ട് ഓഫ് 2h/g ടേക്ക് ഔട്ട് സൈഡ്. റൂട്ട് ഓഫ് 2h/g ടേക്ക് ഔട്ട് സൈഡ്. ബാക്കി ഉണ്ടാവുക എന്നാ ഇതിലുണ്ടാവുക റൂട്ട് ഓഫ് 2h/g പുറത്തെടുത്തില്ലേ. റൂട്ട് ഓഫ് 2h/g പുറത്തെടുത്താൽ ഇതിലുണ്ടാവുക പിന്നെ റൂട്ട് ഓഫ് e² ആണ്. റൂട്ട് ഓഫ് e² എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് e പ്ലസ് ഇത് പുറത്തെടുത്തു 2h/g പുറത്തെടുത്തു അല്ലേ. പിന്നെ ഉണ്ടാവുക റൂട്ട് ഓഫ് e⁻4. റൂട്ട് ഓഫ് e⁻4 എന്ന് പറഞ്ഞാൽ e². റൂട്ട് ഓഫ് e⁻4 ആണ്. അപ്പോൾ e² പ്ലസ് ഇവിടെ ഉണ്ടാവുക റൂട്ട് ഓഫ് e⁻6. റൂട്ട് ഓഫ് e⁻6 എന്ന് പറഞ്ഞാൽ e³ പ്ലസ് എറ്റ്സെട്ര. ഈ രണ്ട് ടേമിൽ നിന്ന് ടേക്ക് റൂട്ട് ഓഫ് 2h/g ഔട്ട് സൈഡ്. അപ്പോൾ റൂട്ട് ഓഫ് 2h/g ടേക്ക് ഔട്ട് സൈഡ്. ഇവിടുന്ന് റൂട്ട് ഓഫ് 2h/g പുറത്തെടുത്താൽ പിന്നെ ഇവിടെ 1 ഉണ്ടാവും. പ്ലസ് ഇവിടെയോ 2 ഇൻറ്റു e പ്ലസ് e² പ്ലസ് e³ പ്ലസ് എറ്റ്സെട്ര. ആ രൂപത്തിലായി ഇവിടെ. ഓക്കെ. സോ റൂട്ട് ഓഫ് 2h/g ഇൻറ്റു 1 പ്ലസ് ഈ ടേമിൽ നിന്ന് ടേക്ക് e ഔട്ട് സൈഡ്. അപ്പോൾ 2e ഇൻറ്റു e പുറത്തെടുത്താൽ ഇവിടെ എന്ത് വരും? e പുറത്തെടുത്താൽ ഇവിടെ 1 വരും. പ്ലസ് ഇതിൽ നിന്ന് e പുറത്തെടുത്താൽ പിന്നെ ബാക്കി e ഉണ്ടാവും. ഇതിൽ നിന്ന് e പുറത്തെടുത്താൽ ബാക്കി e² ഉണ്ടാവും പ്ലസ് എറ്റ്സെട്ര. ഞാൻ തൊട്ട് മുന്നേ ഉള്ള ഇത് കേസിലൊരു സീരീസ് പറഞ്ഞു. 1 പ്ലസ് എക്സ് പ്ലസ് x² പ്ലസ് x³ പ്ലസ് എറ്റ്സെട്ര. ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു? 1/1 - x. അതേപോലെ ഈ സീരീസ് ഈ ഫോമിലല്ലേ ഇവിടെയുള്ളത്. ഇതാ 1 പ്ലസ് e. അപ്പോൾ ഇതാണ് എക്സ്. 1 പ്ലസ് എക്സ് പ്ലസ് x² പ്ലസ് x³ പ്ലസ് എറ്റ്സെട്ര. അപ്പോൾ ഇതാണ് എക്സ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? e ആണ്. ഈ എക്സിൻ്റെ സ്ഥാനത്ത് e ആണുള്ളത്. e. 1 പ്ലസ് എക്സ് പ്ലസ് x² പ്ലസ് x³ പ്ലസ് എറ്റ്സെട്ര ആ സീരീസ്. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ e ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 2h/g ഇൻറ്റു 1 പ്ലസ് 2e ഇൻറ്റു ഇതിൻ്റെ ആൻസർ എന്താണ്? 1/1 - x. അപ്പോൾ 1/1 - x. 1 - x. എക്സ് എന്ന് പറയുമ്പോൾ ആരാണ്? e. ഓക്കെ. സോ റൂട്ട് ഓഫ് 2h/g ഇൻറ്റു ഈ ടേക്ക് 1 - e എൽസിയം. അപ്പോൾ 1 - e ഇവിടെ വരും. ഓക്കെ. അപ്പോൾ 1 - e കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 1 - e പ്ലസ് 2e ഓൾ ഡിവൈഡ് ബൈ 1 - e. ഇനിയാവും. സോ ആൻസർ ഈസ് റൂട്ട് ഓഫ് 2h/g മൈനസ് ഇയും പ്ലസ് 2e പ്ലസ് 2e. അപ്പോൾ ഇവിടെ പ്ലസ് e ആ വരിക അല്ലേ. ഇതിൽ ആഡ് ചെയ്യുമ്പോൾ പ്ലസ് e. അപ്പോൾ ഇൻറ്റു 1 പ്ലസ് e വരും. 1 പ്ലസ് e ഇത് ആഡ് ചെയ്താൽ 1 പ്ലസ് e ഡിവൈഡ് ബൈ 1 - e. ഇതാണ്
ഈ കൊളൈഡ് ചെയ്ത് ഇത് ലാസ്റ്റ് ഇങ്ങനെ വന്ന് ലാസ്റ്റ് നിൽക്കും. അതുവരെയുള്ള ടോട്ടൽ ടൈം കണ്ട ഫോമുല ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇലാസ്റ്റിക് കൊളീഷൻ in 2 dimension. Elastic collision in 2 dimension. Elastic collision in 2 dimension. ഓക്കെ, ഇപ്പോൾ 2 dimensional മോഷനാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു കേസ് എടുക്കുകയാണ്. അതായത് ഒരു m1 മാസുള്ളൊരു ഒബ്ജക്റ്റ് ഇത് u1 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ഇവിടെ m2 മാസുണ്ട്, മാസ് m2. ഇത് റെസ്റ്റിലായതുകൊണ്ട് ഇതിൻ്റെ വെലോസിറ്റി u2 എന്താണ് 0. ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റാണ്, ഇത് റെസ്റ്റാണ്. അപ്പോൾ ഈ മാസ് വന്നിട്ട് ഈ മാസിനെ കൊളൈഡ് ചെയ്തു. ഇത് ആദ്യം മൂവ് ചെയ്യുന്നത് ഈ m1 മൂവ് ചെയ്യുന്നത് എലോങ് x ആക്സിസിലാണ്, ഇത് മൂവ് ചെയ്യുന്നത് x ആക്സിസിലാണ്. അപ്പോൾ x ആക്സിസ് m1 is moving along x axis. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് x ആക്സിസിലേക്കാണ് മൂവ് ചെയ്യുന്നത് m1. അങ്ങനെ അത് വന്നിട്ട് m2നെ കൊളൈഡ് ചെയ്തു. ഇനി കൊളീഷന് ശേഷം ഇപ്പോൾ ഇവിടെ വെച്ച് കൊളൈഡ് ചെയ്തു. ഓക്കെ, ഈ കൊളീഷന് ശേഷം നമുക്ക് 2 ഡയമെൻഷനാണ് പറഞ്ഞത്. 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ എക്സിൽ മാത്രം മൂവ് ചെയ്യല്ലേ. 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? എക്സിൻ്റെയും ഇത് വൈ ആക്സിസ് അല്ലേ. 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും ഇടയിലൂടെ പോകും അല്ലേ. എക്സിൻ്റെ വൈൻ്റെ ഇടയിലൂടെയല്ലേ പോവുക 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ m1 വന്നിട്ട് m2നെ കൊളൈഡ് ചെയ്ത് കൊളീഷന് ശേഷം ഇവരിങ്ങനെ ഇതേ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ഇങ്ങനെ പോകണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. ചിലപ്പം കൊളീഷന് ശേഷം എന്താവും? കൊളീഷന് ശേഷം ചിലപ്പോൾ ഒന്ന് അങ്ങോട്ട് തെറിച്ചു പോകും, ഒന്ന് ഇങ്ങോട്ട് തെറിച്ചു പോകും, അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചോ, ഈ കൊളീഷന് ശേഷം m1 അങ്ങോട്ട് പോയി എക്സിൻ്റെ വൈൻ്റെ ഇടയിലൂടെ, ഇപ്പോൾ 2 ഡയമെൻഷണൽ മോഷൻ m1 ഇങ്ങനെ പോയി, m2 ഇങ്ങോട്ടും പോയി, അങ്ങനെ വിചാരിച്ചോ. അപ്പോൾ ആഫ്റ്റർ കൊളീഷൻ ഇപ്പോൾ m1 ഈ ഡയറക്ഷനിലേക്ക് പോയി, ഇങ്ങനെ പോയി m1 വിത്ത് വെലോസിറ്റി v1 വെലോസിറ്റിയിൽ m1 ഇങ്ങനെ പോയി. ഓക്കെ, m2 ഇങ്ങോട്ടും പോയി വിത്ത് വെലോസിറ്റി v2 ഇങ്ങനെ പോയി. ഓക്കെ, അപ്പോൾ ഇതിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ചാണ് കൊളീഷൻ നടന്നത് അല്ലേ. ഈ നടന്നിരിക്കുന്ന കൊളീഷൻ നിങ്ങൾ വിചാരിക്കൂ ഒരു ഇലാസ്റ്റിക് കൊളീഷനാണെന്ന് വിചാരിക്കുക. അപ്പോൾ എനർജി ലോസ് ഇല്ല അല്ലേ. ഒരു എനർജിയും എന്താകുന്നില്ല, സൗണ്ടായിട്ടും ഹീറ്റായിട്ടൊന്നും എനർജി എന്താകുന്നില്ല, ലോസ് ആകുന്നില്ല. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ ഇലാസ്റ്റിക് കൊളീഷനാണെന്ന് പറയാം. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷനാണെന്ന് സപ്പോസ് ദ കൊളീഷൻ ഈസ് ഇലാസ്റ്റിക് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഇലാസ്റ്റിക് ആണ് നിങ്ങൾ പഠിച്ചെന്നാൽ, ഇലാസ്റ്റിക് ആണെങ്കിൽ മൊമെൻറ്റം കൺസേർവ്ഡ് അല്ലേ, അതുപോലെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ്. മൊമെൻറ്റം കൺസേർവ്ഡ് എന്നുള്ള പോയിന്റ് നമ്മളെങ്ങനെ എഴുതുക? ഇവിടെ മൊമെൻറ്റം കൺസേർവ്ഡ് എന്ന് പറയുമ്പോൾ ഇവിടെ മൊമെൻറ്റം എത്രയാണ്? എന്നാൽ മൊമെൻറ്റം കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ ബിഫോർ മൊമെൻറ്റവും ആഫ്റ്റർ മൊമെൻറ്റവും ടോട്ടൽ മൊമെൻറ്റം ഈക്വൽ അല്ലേ. അപ്പോൾ ഇവിടെ മൊമെൻറ്റം m1 u1 ആണ് മൊമെൻറ്റം അല്ലേ. പ്ലസ് ഇതിൻ്റെ മൊമെൻറ്റം m2 u2 0. അപ്പോൾ ഇതിനെന്തില്ല, മൊമെൻറ്റം ഇല്ല, റെസ്റ്റിലാണ്, മൊമെൻറ്റം ഇല്ല. അപ്പോൾ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ m1 u1 ഉള്ളൂ, ഇവിടെ m1 u1 ഉള്ളൂ. അപ്പോൾ ബിഫോർ കൊളീഷൻ മൊമെൻറ്റം എത്രയാണ്? m1 u1. ഇതിന് മൊമെൻറ്റം ഇല്ല, റെസ്റ്റിലാണ്. മൊമെൻറ്റം ബിഫോർ ഇതാണ്. ഇനി മൊമെൻറ്റം ആഫ്റ്ററോ? മൊമെൻറ്റം ആഫ്റ്റർ എന്ന് പറയുന്നത് m1 v1, ഇതിൻ്റെ മൊമെൻറ്റം m1 v1 പ്ലസ് ഇതിൻ്റെ മൊമെൻറ്റം m2 v2 അല്ലേ, m2 v2. അപ്പോൾ ഇവിടെ മൊമെൻറ്റം m1 u1 ബിഫോർ, ഇതിന് മൊമെൻറ്റം ഇല്ല. മൊമെൻറ്റം ആഫ്റ്റർ എന്ന് പറയുമ്പോൾ m1 v1 പ്ലസ് m2 v2. ഇങ്ങനെ എഴുതേണ്ടത്, ഇങ്ങനെ എഴുതരുത്. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം.
ഇഫ് ആഫ്റ്റർ കൊളീഷൻ ഓൾസോ, കൊളീഷന് ശേഷവും ഇവരിങ്ങനെ ഇതേ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ, എന്നാൽ വൺ ഡയമെൻഷണൽ മോഷനായിട്ട് അതേ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ഓർമ്മിക്കേണ്ട കാര്യമാണ്, പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ബിഫോർ വന്ന പോലെ ഇതേ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് ആഫ്റ്റർ കൊളീഷനും ഇവർ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. പക്ഷേ ആഫ്റ്റർ കൊളീഷൻ എങ്ങനെയാണ് പോയത്? ആഫ്റ്റർ കൊളീഷൻ ഒന്നിങ്ങനെയാണ് പോയത്, ഒന്നിങ്ങനെയാണ് പോയത്. അപ്പോൾ ഇത് എഴുതരുത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? അതായത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൺസർവേഷൻ ഓഫ് മൂവ്മെൻ്റ് എടുക്കാം. മൂവ്മെൻ്റ് കൺസേർവ്ഡ് ആണ്. അപ്പോൾ കൺസർവേഷൻ ഓഫ് മൂവ്മെൻറ്റം എലോങ് എക്സ് ആക്സിസ്. അപ്പോൾ എലോങ് എക്സ് ആക്സിസ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അപ്ലൈ ചെയ്യണം. എക്സ് ആക്സിസിൽ മൂവ്മെൻറ്റം കൺസേർവ്ഡ്, അതുപോലെ വൈ ആക്സിസിൽ മൂവ്മെൻറ്റം കൺസേർവ്. അതായത് ബിഫോർ കൊളീഷന് മുമ്പ് എക്സ് ആക്സിസിലുള്ള മൊമെൻറ്റം, കൊളീഷന് മുമ്പ് എക്സ് ആക്സിസിലുള്ള മൊമെൻറ്റം ഈക്വൽ ടു കൊളീഷന് ശേഷം എക്സ് ആക്സിസിലുള്ള മൊമെൻറ്റം. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിലുള്ള മൊമെൻറ്റം ഈക്വൽ ടു എക്സ് ആക്സിസിലുള്ള മൊമെൻറ്റം, ആ രൂപത്തിൽ എഴുതണം. അതുപോലെ ബിഫോർ കൊളീഷൻ വൈ ആക്സിസിലുള്ള മൊമെൻറ്റം ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ വൈ ആക്സിസിലുള്ള മൊമെൻറ്റം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പോൾ ഇത് പോയ ഈ ആംഗിൾ ഞാൻ θ1 എടുത്തു. θ1. അപ്പോൾ അങ്ങനെ θ1 എടുത്താൽ ഇവിടെ ഞാനൊരു ലൈൻ വരച്ചാൽ ഈ ആംഗിൾ θ1 ആണ്, ഈ ആംഗിൾ θ1 ആയിരിക്കൂലേ, അല്ലേ? അപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റം എത്രയാണ്? വെലോസിറ്റി അല്ലേ ഞാൻ പറഞ്ഞത്, മൊമെൻറ്റം m1 v1 അല്ലേ? മൊമെൻറ്റത്തിനെ രണ്ട് കമ്പോണൻ്റ് ആക്കുക അറിയല്ലേ? അപ്പോൾ എന്തെങ്കിലും കമ്പോണൻ്റ് ആക്കുമ്പോൾ എന്തെല്ലാം കിട്ടും? m1 v1 cos θ. മൊമെൻറ്റത്തിനാണ് കമ്പോണൻ്റ്, മൊമെൻറ്റം m1 v1 ആണ്. അപ്പോൾ m1 v1 cos θ, അതുപോലെ m1, അപ്പോൾ തീറ്റേൻ്റെ അടുത്തായിരിക്കും കോസ് അല്ലേ? അപ്പോൾ ഇത് m1 v1 cos θ എന്ന് പറയുമ്പോൾ θ1 ഒരു കമ്പോണൻ്റ് ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് മൊമെൻറ്റം. m1 v1 അല്ലേ ശരിക്കും മൊമെൻറ്റം? അപ്പോൾ അതിൻ്റെ ഒരു കമ്പോണൻ്റാണ് ഇത്. ഈ കമ്പോണൻ്റ് ഉള്ളത് എലോങ് എക്സ് ആക്സാണ്. അപ്പോൾ ദിസ് ഈസ് ദ മൊമെൻറ്റം എലോങ് എക്സ് ആക്സിസ്. അതുപോലെ ഇങ്ങനെ ഒരു കമ്പോണൻ്റ് വരും. ഇത് m1 v1 sin θ1 വരും. അപ്പോൾ ഇത് മൊമെൻറ്റം എലോങ് വൈ ആക്സിസ്. അപ്പോൾ ഇത് മൊമെൻറ്റം എലോങ് എക്സ് ആക്സിസ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എക്സ് ആക്സ് അല്ലേ? എക്സ് ആക്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഐ ക്യാപ്പ് കൊടുക്കാം. ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ഐ ക്യാപ്പ് കൊടുത്താൽ അർത്ഥം അതിൻ്റെ ഡയറക്ഷൻ എക്സ്. അപ്പോൾ മൊമെൻറ്റം എലോങ് എക്സ് ആക്സ്. ഇത് വൈ ആക്സിസ് ആയതുകൊണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ജെ ക്യാപ്പ് കൊടുക്കാം. അപ്പോൾ അത് മൊമെൻറ്റം എലോങ് വൈ ആക്സാണ്. അതുപോലെ ഈ ആംഗിൾ ഞാൻ θ2 എന്ന് എടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ലൈൻ വരച്ചാൽ ഈ ആംഗിൾ θ2 വരും. അപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റം m2 v2 ആണ്. മൊമെൻറ്റം m2 v2 അതിനെ കമ്പോണൻ്റ് ആക്കുക. അപ്പോൾ ഇങ്ങോട്ടേക്ക് m2 v2 cos θ എന്ന് പറയുമ്പോൾ θ2. ഇത് എലോങ് എക്സ് ആക്സ് ആണ്. എലോങ് എക്സ് ആക്സ് ആകുമ്പോൾ ഇത് ഐ ക്യാപ്പ്. അതുപോലെ ഇങ്ങനെയല്ലേ ഉള്ളത്, ഇങ്ങനെ ആകുമ്പോൾ ഒരു കമ്പോണൻ്റ് വരിക താഴോട്ടാണ് അല്ലേ? അപ്പോൾ ഇത് m2 v2 sin θ, θക്ക് വരെ θ2. ഇത് വൈ ആക്സാണ്. വൈ ആക്സിസിലായതുകൊണ്ട് ജെ ക്യാപ്പ്. കൂടാതെ ഇത് നെഗറ്റീവ് വൈ ആക്സിസിലാണ്. നെഗറ്റീവ് വൈ ആക്സിലായതുകൊണ്ട് മൈനസ് ജെ ക്യാപ്പ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് വരും. മൈനസ് ജെ ക്യാപ്പ് വരും. നെഗറ്റീവ് വൈ ആക്സിലായതുകൊണ്ട് മൈനസ് ജെ ക്യാപ്പാണ്. ഐ ക്യാപ്പ് ജെ ക്യാപ്പ് എല്ലാം കൊടുക്കുന്ന ഡയറക്ഷൻ കാണിക്കാനാണ്. ഓക്കെ, ഐ ക്യാപ്പ് കൊടുത്താൽ അർത്ഥം ഇറ്റ് ഈസ് ഇൻ എക്സ് ആക്സിസ്, ഇറ്റ് ഈസ് ഓൾസോ ഇൻ എക്സ് ആക്സിസ്. ഇത് നെഗറ്റീവ് വൈ മൈനസ് ജെ ക്യാപ്പ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വൈ ആക്സിസ്, ഇത് പോസിറ്റീവ് വൈ ആക്സിസ്. അപ്പോൾ ഇതാണ് മൊമെൻറ്റം എലോങ് എക്സ് ആക്സിസ്. അപ്പോൾ മൊമെൻറ്റം എലോങ് എക്സ് ആക്സിസ് അതല്ല, മൊമെൻറ്റം എലോങ് എക്സ് ആക്സിസ് ഇതും. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് എത്രയാണ്? ബിഫോർ കൊളീഷൻ ഇതിന് മൂവ്മെൻറ്റ് ഇല്ല അല്ലേ? ഇത് റെസ്റ്റ് ആയതുകൊണ്ട് മൂവ്മെൻറ്റ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് എത്രയാണ്? m1 u1. മൂവ്മെൻറ്റം m1 u1 ആണ്. ഇത് മൂവ് ചെയ്യുന്നത് എക്സ് ആക്സിസിലാണ്. എക്സ് ആക്സിസിലായതുകൊണ്ട് ഐ ക്യാപ്പ് കൊടുക്കുക. ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ഐ ക്യാപ്പ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താവും? അങ്ങനെ വരുന്ന സമയത്ത് എക്സ് ആക്സിസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്ത്? അതായത് ബിഫോർ കൊളീഷന് മുമ്പ് എക്സ് ആക്സിസിലുള്ള മൊമെൻറ്റം ഈക്വൽ ടു കൊളീഷന് ശേഷം എക്സ് ആക്സിസിലുള്ളത്. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ എത്രയാണ്? m1 u1. എക്സ് ആക്സിസ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഐ ക്യാപ്പ്. അപ്പോൾ m1 u1 ഐ ക്യാപ്പ്. ഇത് 0. അപ്പോൾ കൊളീഷന് മുമ്പ് എത്രയാണ്? കൊളീഷന് മുമ്പ് m1 u1 ഐ ക്യാപ്പ്. m1 u1 ഐ ക്യാപ്പാണ് മൊമെൻറ്റം എലോങ് എക്സ് ആക്സിസ്. കൊളീഷന് ശേഷം എക്സ് ആക്സിസിൽ മാത്രം നോക്കുക. അപ്പോൾ എക്സ് ആക്സിസിൽ നോക്കുമ്പോൾ ഇതുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ ഒരേ ഡയറക്ഷൻ. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്തായി അല്ലേ? അപ്പോൾ കൊളീഷന് മുമ്പ് എത്രയാണ്? m1 u1 ഐ ക്യാപ്പ്. ദിസ് ഈസ് ദ മൊമെൻറ്റം എലോങ് എക്സ് ആക്സിസ്.
ഈക്വൽ ടു കൊളീഷന് ശേഷം മൊമെൻറ്റം അലോങ് എക്സ് ആക്സിസ് എടുക്കണം. മൊമെൻറ്റം അലോങ് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യാം. അപ്പം m1 v1 cos θ1 i ക്യാപ് പ്ലസ് ഇതെടുക്കുക എക്സ് ആക്സിസിലുള്ളത് മാത്രം m2 v2 cos θ2 i ക്യാപ്. അപ്പോൾ ഐ ക്യാപ്പ് എല്ലാത്തിലുണ്ട് അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഐ ക്യാപ്പ് എല്ലാം ക്യാൻസൽ ആവും. അപ്പോൾ ഇങ്ങനെ എഴുതാം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയെല്ലാം കൊളീഷൻ നടക്കുന്ന സമയത്ത് എക്സ് ആക്സിസുള്ള മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു എക്സ് ആക്സിസുള്ള മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. ഇതുപോലെ വൈ ആക്സിസിലെടുക്കുക. അങ്ങനെ രണ്ട് ഇതായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. 2 ഡയമെൻഷണൽ കൊളീഷനിൽ വൈ ആക്സ് ഇതിൻ്റെ മൊമെൻറ്റ് എത്രയാണ്? മൊമെൻറ്റ് m1 u1 ആണ്. m1 u1 ആണ്. അത് അലോങ് എക്സ് ആക്സ് ആണ്. ഇതിന് വൈ ആക്സിസിൽ മൊമെൻ്റ് ഇല്ല ബിഫോർ കൊളീഷൻ. കാരണം ബിഫോർ കൊളീഷൻ ഇത് മൂവ് ചെയ്യുന്നത് എക്സ് ആക്സിൽ മാത്രമാണ്. അപ്പോൾ എക്സ് ആക്സിസിൽ മാത്രമാണ് മൊമെൻ്റ് ഉള്ളൂ. ഇതിന് വൈ ആക്സിസിൽ മൊമെൻ്റ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ വൈ ആക്സിസുള്ള മൊമെൻ്റ് എത്രയാണ്? 0 ആണ്. വൈ ആക്സിസ് ഇതിന് മൊമെൻറ്റം ഇല്ല എന്നല്ല, ഇതിന് മൊമെൻറ്റം ഉണ്ട് m1 u1 ആണ്. അത് എക്സ് ആക്സിസിലാണ്, എക്സ് ആക്സിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഈ ബോഡിക്ക് വൈ ആക്സിസിൽ മൊമെൻറ്റം ഇല്ല. അപ്പോൾ ഇതിൻ്റെ വൈ ആക്സിസുള്ള മൊമെൻ്റ് എത്രയാണ്? 0 ആണ്. പിന്നെ ഇത് റെസ്റ്റ് ആയതുകൊണ്ട് ഓൾറെഡി 0 ആണ്. അപ്പോൾ മൊമെൻറ്റം അലോങ് വൈ ആക്സിസ് എത്രയാണ്? 0 ആണ്. 0 ആണ് എപ്പോൾ? ബിഫോർ കൊളീഷന് മുമ്പ്. ഈക്വൽ ടു അപ്പോൾ ഇതാണ് വൈ ആക്സിസുള്ള മൊമെൻറ്റം. അപ്പോൾ വൈ ആക്സിസുള്ള മൊമെൻറ്റം ബിഫോർ കൊളീഷൻ 0 ആണ്. ബിഫോർ കൊളീഷൻ എക്സ് ആക്സിസിലെ മൊമെൻറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് 0 ആണ്. വൈ ആക്സിസിൽ മൊമെൻ്റ് ഇല്ല. ഇനി ആഫ്റ്റർ കൊളീഷൻ വൈ ആക്സിസുള്ള മൊമെൻ്റ് എടുക്കുക. വൈ ആക്സിസുള്ള മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഇതും ആഫ്റ്റർ കൊളീഷൻ. അപ്പോൾ അത് ആഡ് ചെയ്യാം. അപ്പോൾ m1 v1 sin θ1 j cap പ്ലസ് ഇതെത്രയാ? മൈനസ് m2 v2 sin θ2 j cap. ഓക്കെ, ഇത് മൈനസ് ആയതുകൊണ്ട് ഇത് ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് എന്താവും? m2 v2 sin θ2 j cap. ഇത് മൈനസ് ഇപ്പോൾ എടുത്ത് പ്ലസ് ആയി. ഈക്വൽ ടു m1 v1 sin θ1 j cap. അപ്പോൾ ജെ ക്യാപ്പ് വേണം ചെയ്യുക. അപ്പോൾ m1 v1 sin θ1 ഈക്വൽ ടു m2 v2 sin θ2 ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മൊമെൻറ്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 2 ഡയമെൻഷനിലായിട്ട് കൊളീഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. എക്സ് ആക്സിസുള്ള മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു എക്സ് ആക്സിസുള്ള മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. അതുപോലെ വൈ ആക്സിസുള്ള മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു വൈ ആക്സിസുള്ള മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. ആ രൂപത്തിൽ വേണം അപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഇനി ഇതിൽ ഇലാസ്റ്റിക് കൊളീഷൻ ആണല്ലോ. ഇലാസ്റ്റിക് കൊളീഷനിൽ നമുക്കറിയാം ഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് അല്ലേ. അപ്പോൾ ഈ കൊളീഷൻ ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്നല്ലേ പറഞ്ഞത്. കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. ഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കൈനറ്റിക് എനർജിയാണ് ഇവിടെയുള്ള അല്ലേ ആഫ്റ്റർ കൊളീഷൻ കൈനറ്റിക് എനർജി എന്ന് എഴുതണം. കൈനറ്റിക് എനർജി പറയുമ്പോൾ നിങ്ങളിങ്ങനെ കമ്പോണൻ്റ് ആക്കി ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മൊമെൻറ്റം നമ്മളിങ്ങനെ ചെയ്യാൻ കാരണം മൊമെൻറ്റം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിന് ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനിലും നോക്കി ചെയ്തത്. മനസ്സിലായോ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എനർജി, ജനറലി എനർജി എന്ന് പറഞ്ഞാൽ എനർജി ഈസ് എ സ്കേലർ. അപ്പോൾ അവിടെ ഈ ഡയറക്ഷന് പ്രസക്തിയില്ല അല്ലേ. അപ്പോൾ സ്കേലറാണ്. അപ്പോൾ നേരിട്ട് അങ്ങ് ഇക്വേഷൻ എഴുതിയായി. കൈനറ്റിക് എനർജി ബിഫോർ എത്രയാണ്? കൈനറ്റിക് എനർജി ബിഫോർ ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ. ബിക്കോസ് ഇൻ ആൻ ഇലാസ്റ്റിക് കൊളീഷൻ കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ്. അപ്പോൾ കൈനറ്റിക് എനർജി ബിഫോർ എത്രയാണ്? ബിഫോർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹാഫ് m1 u1 സ്ക്വയർ കൈനറ്റിക് എനർജി ബിഫോർ. ഇത് റെസ്റ്റ് ആയതുകൊണ്ട് കൈനറ്റിക് എനർജി ഇല്ല. അപ്പോൾ കൈനറ്റിക് എനർജി ബിഫോർ എന്ന് പറയുന്നത് ഇതേ ഉണ്ടാവും. കൈനറ്റിക് എനർജി ബിഫോർ ഇത് മാത്രം ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ. കൈനറ്റിക് എനർജി ആഫ്റ്റർ എന്ന് പറയുമ്പോൾ ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. അത് നേരിട്ട് ഇക്വേഷൻ അങ്ങ് എഴുതിയാൽ മതി. സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നേരിട്ട് അങ്ങ് എഴുതിയായി. അപ്പോൾ ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഇത് ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഇത് ഹാഫ് m2 v2 സ്ക്വയർ. ഇങ്ങനെ എഴുതാൻ കാരണം ഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജിയും എന്താണ്? കൺസേർവ്ഡ് ആണ്. അപ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ ഈക്വൽ ടു ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഈ കേസിൽ ഒരൊറ്റൊരു പോയിൻ്റ് കൂടി പറഞ്ഞുതരാം. അത് നമുക്ക് വേണമെങ്കിൽ ഡിറൈവ് ചെയ്യാം. ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ വെച്ച് നടന്നത് ഇലാസ്റ്റിക് കൊളീഷൻ അല്ലേ. ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ ഈ ടോട്ടൽ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ θ1 പ്ലസ് θ2 90 ഡിഗ്രി ആയിരിക്കും. അത് ഓർമ്മിച്ചു. θ1 അപ്പോൾ എല്ലപ്പോൾ നിങ്ങൾ വിചാരിക്കണം രണ്ട് വസ്തുക്കൾ കൊളൈഡ് ചെയ്തു ഒന്ന് അങ്ങോട്ട് പോയി ഒന്ന് ഇങ്ങോട്ട് വന്ന് അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ 90 ഡിഗ്രി. അങ്ങനെയല്ല, ഇലാസ്റ്റിക് കൊളീഷൻ ആയിരിക്കണം.
ഇവിടെ വെച്ച് നടക്കുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ ഈ ടോട്ടൽ ആംഗിൾ θ1 + θ2 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആ ഒരു പോയിൻറ്റും കൂടി ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി ഈ ചാപ്റ്ററിൻ്റെ തിയറി പാർട്ട് ഫിനിഷ് ആവും. നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി. ഓക്കെ, ശരി.